എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ ഈ കിഴി റിയാക്ഷൻ ആണ്. കങ്കുവ സിനിമയുടെ ഒരു ബിഗ് അനൗൺസ്മെന്റ് വരാനുണ്ട്. അതായത് സിനിമയുടെ റിലീസ് ഡേറ്റ് ആവാം, അതിനാണ് സാധ്യത. ഇനി വേറെ ഒന്നും വരാനില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ എന്താ ട്രെയിലർ എന്തോ ഇതിന്റെ മുന്നേ വരുന്നുണ്ട്. പക്ഷെ അത് വരാനില്ല എന്നല്ല കേട്ടോ, വരാനുണ്ട്. അതൊരു 10-15 ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും ഉണ്ടാവും. സെക്കൻഡ് സിംഗിൾ വരാനുണ്ട്, അത് ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ റിലീസ് ട്രെയിലർ വരാനുണ്ട്. ഒരു ട്രെയിലർ കണ്ട് നമ്മൾ ഞെട്ടിയതാണ്. ഇനി റിലീസ് ട്രെയിലറാണ്. അതിൽ മേ ബി നമുക്ക് ഈ പ്രസന്റ് കാലഘട്ടമൊക്കെ കാണാൻ പറ്റും. അതുണ്ടാവും. അപ്പോൾ അത് വരാൻ സാധ്യത, അതായത് റിലീസിന്റെ കുറച്ച് 2 ആഴ്ച മുമ്പൊക്കെയാണ് സാധ്യത ദിവസം. അതെ, അറിയാപ്പെട്ടിട്ടായിരിക്കും അത് വരിക. അതെ അതെ. പിന്നുള്ളത് സിനിമ റിലീസിന് എത്തുന്നത് 8000 സ്ക്രീനിലാണ് ലോകത്ത് മൊത്തം എന്നുള്ളതാണ് കേൾക്കുന്നത്. 8000 സ്ക്രീന്, ഭീകരം. അതും ഇനി അതിന്റെ പ്രൊമോഷന് വേണ്ടി ഫുൾ ടീം ഇറങ്ങുന്നുണ്ടെന്നാണ് കേട്ടത്. അത് തന്നെ ഭയങ്കര സംഭവമായിരിക്കും കേട്ടോ. അത് തന്നെ നമുക്ക് ആഘോഷിക്കാനുള്ള പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതെ. എന്തായാലും സിനിമ റിലീസ് ഡേറ്റ് ആദ്യം ഇവർ പ്രഖ്യാപിച്ചിരുന്നത് ഒക്ടോബർ 10 അത് പിന്നീട് മാറ്റി. അതിന് ഒരുപാട് വിമർശനമൊക്കെ നേരിട്ടുണ്ട്. പക്ഷേ ആ വിമർശനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇതൊരു സോളോ റിലീസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. അത്രത്തോളം വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഒരു ബിഗ് ക്ലാഷ് വെച്ചിട്ട് ഒരു ഉള്ള സാധ്യത കൂടി ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത് സോളോ റിലീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു റിലീസിന് വേണ്ടിയിട്ട് തന്നെ ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അത് അവരുടെ ഉള്ളിലുണ്ടാവും. കാരണം ആ ഒരു റിലീസിനോടനുബന്ധിച്ച് വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സിനിമയെ ഭയങ്കരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അത് മനഃപൂർവ്വം മാറ്റിയത് തന്നെ ആയിരിക്കണം. അതെ, ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് തമിഴ് ഇൻഡസ്ട്രിയുടെ രാശി തന്നെ മാറ്റാൻ പോകുന്ന ഒരു ഐറ്റാണ്. തീർച്ചയായിട്ടും. മേ ബി കയ്യിൽ നിന്ന് പോയേക്കാം, അത് അറിഞ്ഞൂടാ. അതെന്തായാലും നമ്മൾ അങ്ങനെ സാധ്യത അവിടെ വെക്കണമല്ലോ. പക്ഷേ ഇത്രത്തോളം കണ്ടിട്ട് നമുക്ക് മനസ്സിലായത് ഒരു വേറിട്ട സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് ഒറ്റയ്ക്ക് തന്നെ വരട്ടെ, ഒറ്റയ്ക്ക് വന്ന് ഞെട്ടിക്കട്ടെ. അല്ല പിന്നെ എന്തായാലും ഇന്ന് 11 മണിക്ക് ഒരു അഡാറ് സാധനം വരാനുണ്ട്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കാണാം. ഇതും കണ്ടില്ലേ, ഒരു കിടുകിണ്ണം സാധനമാണ്. കപ്പൽ ഫൈറ്റിന്റെ ഇത് സംഭവമാണ്. അതിലേക്ക് കയറാൻ പോകുന്നതിന്റെ ട്രെയിലറിൽ നമ്മൾ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആളെ കെട്ടിയിട്ടതിന് ശേഷമേ ആളിങ്ങനെ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ആളുടെ ബൈസെപ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ. അവൻ്റെ മോന കൈയൊക്കെ അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും, പക്ഷെ പിന്തിരിഞ്ഞാണ് നിൽക്കുന്നത്. എന്തായാലും ഇത് കെട്ടിയിട്ടിരിക്കുകയാണോ? കെട്ടിയതല്ല, ഇത് ആള്. അപ്പോൾ ആ സീനിന്റെ മുൻപ് ഉള്ളൊരു സീനായിരിക്കണം. അതായത് ഈ വിദേശീയർ വന്നിട്ട് ഇവരുടെ ഈ ട്രൈബൽസിനെയൊക്കെ ആക്രമിക്കുന്നതായിട്ടുള്ളൊരു സീന് നമുക്ക് ട്രെയിലറിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അവരെ പഞ്ഞിക്കിടുന്നൊരു സീനുണ്ട്, കടലിലുള്ള സീന്. ആ സീനാണ് തോന്നുന്നത്. അതാണിത്. എന്താണെങ്കിലും 11 മണിക്ക് വരുമെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആളുടെ ബോഡി തന്നെയാണ് ഇതിൽ സ്പെഷ്യാലിറ്റി, ഹൈലൈറ്റ് ആക്കിയിരിക്കുന്നത്. അത് തന്നെയാണ്. അതെ, 11 മണി ആയിട്ടുണ്ട്. എന്തായാലും വന്നിട്ടുണ്ടാവും. ഒന്ന് നോക്കി. ആരും ഇട്ട് തന്നിട്ടില്ല. ഇട്ടില്ലേ? സാധാരണ വരേണ്ടതാണല്ലോ. വന്നിട്ടുണ്ടാവുമല്ലോ. വന്നല്ലോ. എന്താണ് ഇതെന്താ വീഡിയോയാ? ചേട്ടാ അത് അല്ല. ദി ബാറ്റിൽ ഓഫ് പ്രൈഡ് ആൻഡ് ഗ്ലോറി ഫോർ ദി വേൾഡ് ടു വിറ്റ്നസ് കാങ്കുവ മൈറ്റി റെയിൻ സ്റ്റോം സ്ക്രീൻസ് ഫ്രം 14/11/2024. അപ്പോൾ ഒക്ടോബർ നവംബർ 14 ശിശുദിനല്ലേ? അതെ, നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നവംബർ 14 തന്നെ. അത് നവംബർ 14 വേറെ ഏതൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഓരെന്തൊരു വിശേഷപ്പെട്ട ദിവസമാണല്ലോ നവംബർ 14. ശിശുദിനം. അതല്ലാതെ ഇപ്പൊ ഏതാ വിശേഷം? അതായത് ഈ പൊങ്കൽ, ദീപാവലി അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ എന്തോ ഒരു വിശേഷപ്പെട്ട ദിവസമല്ലേ അത് അന്ന്? അതെനിക്ക് ഓർമ്മയില്ല. ദീപാവലി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. 12 സെക്കൻഡ് ഒരു വീഡിയോ ആണ്, കണ്ടു നോക്കാം. പ്ലേ ആകുമോ? വരുന്നുണ്ട്, കണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കടുവ. ഓ, സിംഹത്തിന്റെ കൂടെ 2 സിംഹങ്ങളും. എൻ്റെ കടുവക്ക് എന്താ റോള്? 2 കടുവകൾ തന്നെയാണ്, അതായിരിക്കും ഉദ്ദേശിച്ചത്.
ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കും. സംഭവം എന്താണെങ്കിലും നല്ലൊരു ഡേറ്റ് ആണോ 14? അല്ല, കടുവ ഇതുവരെ ഏതെങ്കിലും ഒരു പോസ്റ്ററിലോ വീഡിയോയിലോ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കടുവയുടെ ഒരു സാന്നിധ്യം ഇതിന്റെ അപ്ഡേറ്റ്സിൽ വരുന്നത്. അപ്പൊ കടുവയും ചിലപ്പോൾ ഉണ്ടായേക്കാം സിനിമയില്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കടുവ മൂന്നാമതൊരാളുണ്ടല്ലോ, ആ ആളായിരിക്കും. ആ അത് ശരിയാ. ലാസ്റ്റ് ഒരാളെ കാണുന്നുണ്ടല്ലോ നമ്മൾ ട്രെയിലറില്, കാർത്തീനെ. ചിലപ്പോ അതായിരിക്കും. സിമ്പിളായിട്ട് അല്ല, ഇനി അതിനൊക്കെ എന്തൊന്ന് സസ്പെൻസ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നുമില്ല. അല്ലെങ്കിൽ അടുത്ത ആൾ ആരാണോ അയാളെ അങ്ങ് പറയുന്നത്, അത്രേ ഉള്ളൂ. സിമ്പിൾ. അയാളല്ലേ ഇയാളാണ് പറയലേ. പിന്നല്ല, മനുഷ്യനല്ലേ പുള്ളേന്ന് പറഞ്ഞത്, അതൊക്കെ മാറിപ്പോവും. എന്താണെങ്കിലും 14 ഞെട്ടിക്കും. എന്തായാലും സോളോ റിലീസായിട്ട് വരും. ഇത് ആൾറെഡി ഇതിന്റെ ഡേറ്റ് ഇന്നതായിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേട്ടിരുന്നു 14-നോ 15-നോ ആയിരിക്കും. 15 എന്നൊക്കെയാണ് കുറച്ചുകൂടി കേട്ടായിരുന്നു കേട്ടോ, കൂടുതലായിട്ട്. 14 എന്നുള്ളത് നമുക്ക് അത് നല്ല അടിപൊളിയായിട്ടോ, സസ്പെൻസ് ആയിപ്പോയി. അല്ല, ഞാൻ ചെയ്തു വെച്ചിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, നമ്മൾ ഡിലീറ്റ് ചെയ്തു, നമ്മൾ ഇട്ടില്ല. അതിൽ റിലീസ് ഡേറ്റ് 14 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. പക്ഷേ സംഭവം ആ ഡേറ്റിൽ തന്നെ വന്നു. 14 തന്നെ വന്നിട്ടുണ്ട്. റെഡി ആയിരുന്നോ? ഞാനിപ്പോഴും കൺഫ്യൂഷനിലാട്ടോ, കടുവ എന്തുകൊണ്ട് എന്നുള്ളത്. ശിവേനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. അല്ലാണ്ട് ഇപ്പൊ എന്തെന്ന് പറയാനാ, ഇതുവരെ കാണിക്കാത്തൊരു സംഭവമാണ് കടുവ. പക്ഷെ ആ നല്ല രസമായിട്ടുണ്ട് ആ ചെയ്തതും. ആദ്യം കടുവേന്റെ കണ്ണും ആ മുഖം മാത്രം കാണിച്ചിട്ട്. പക്ഷെ ഞാനിത് ഇതിൻ്റെതാണെന്ന് തോന്നുന്നു. എനിക്ക് തുടക്കത്തിൽ ആ മുഖം മാത്രമാണ് കാണുന്നത്. ഞാൻ പോസ്റ്റർ ആണെന്ന് എഴുതിയിരിക്കുക. ഇത് ഒരു ബന്ധമല്ലല്ലോ അത് എന്നാണ് ഞാൻ കരുതിയത്. മുകളിൽ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് വന്നപ്പോഴാണ് 12 സെക്കൻഡ് വീഡിയോ. അതെ, എന്താണെങ്കിലും സംഭവം തകർത്തിട്ടുണ്ട്. വരട്ടെ 14-ാം തീയതി. ഒന്നില്ലെങ്കിൽ അവര് നമ്മളെ ഞെട്ടിക്കും, അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് ഞെട്ടും. ഇതാണോ ചെയ്തു വെച്ചേന്ന് ഓർത്തിട്ട്. ഈ നോയിക്കോ, അതായത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് സൂര്യ, അതിൻ്റെ കൂടെ ഷിബയും. അത് ഇതുവരെയുള്ള അപ്ഡേറ്റ്സിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അതിനുള്ള ഒരു മുതൽ 14-ാം തീയതി നമുക്ക് കിട്ടും, ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. എന്തായാലും പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു സിനിമ തന്നെ ആവട്ടെ. ഞെട്ടാൻ റെഡി ആയിരുന്നോ? അല്ലേ? ഞെട്ടാൻ റെഡിയാണ്. അതാണ്, അത്രയും മതി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.